ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് സുഖമാണല്ലോ അല്ലേ? എന്താ ഇവിടെ നിങ്ങൾക്ക് നല്ല അതിമനോഹരമായ ഒരു അഗ്രികൾച്ചർ ലാൻഡ് കാണിച്ചു തരികയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു റോഡ് കാണിച്ചു തരുന്നത്. ഓക്കെ, നല്ല ചെറിയ നിസ്സാര വിലക്കാണ് ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചു തരുന്നത്. അപ്പോൾ അതിൻ്റെ വിലയും അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസൊക്കെ ഇതിൽ കാണിച്ചു തരാം. പിന്നെ അതിലും ഇതിലെടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ നല്ലൊരു മാളികപ്പുരയുണ്ട്. അപ്പോൾ മാളികപ്പുര പറഞ്ഞാൽ പ്ലാസ്റ്ററിംഗ് വർക്ക് ഫിനിഷ് അല്ല, നല്ല അതിമനോഹരമായ മാളികപ്പുരയാണ്, പണ്ടത്തെ വീടാണ്. ഓക്കെ, ഇതിൻ്റെ പോസ്റ്റ് നമ്പർ 393 ആണ്, 393 ഇതിൻ്റെ പോസ്റ്റ് നമ്പർ. ഓക്കെ, ഇതാണ് റോഡ്. അപ്പോൾ ഇത് ചെറിയൊരു ഇറക്കമുള്ള റോഡാണ്, ഏത് വണ്ടിക്കും സുഖമായിട്ട് കയറി ചെന്ന് പോകാനുള്ള റോഡാണിത്. ഇതാ കണ്ടല്ലോ, റോഡ് ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ഇതിൽ 2 തരം അടക്കമരമാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഇത് മീഡിയം സൈസിലുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ കാഴ്ച ഞാൻ താഴ്ന്ന് കാണിച്ചു തരാം. ഇത് മേലെ റോഡിൻ്റെ മേലെ നിന്നിട്ട് എടുത്ത് കാണിക്കുന്നതാണ്. ഇതാണ് മീഡിയം സൈസിലുള്ള അടക്കമരം. അതുപോലെ തന്നെ കുറച്ച് ഏകദേശം ഒരു 400ഓളം അടക്കമരം കുറച്ച് പ്രായം കൂടിയതുണ്ട്. ഇവിടെ 4 ഏക്കർ 96 സെൻറ്റ് സ്ഥലമാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ടോട്ടൽ സ്ഥലം 4 ഏക്കർ 96 സെൻറ്റ് സ്ഥലമാണ്. ഇവിടെ നല്ലൊരു വെള്ളത്തിൻ്റെ ഏരിയയും കൂടിയാണ്, നല്ല ഇഷ്ടം പോലെ വെള്ളമുള്ള ഒരു ഏരിയയും കൂടിയാണ്. അതിലും ഏത് കൃഷിക്കും പറ്റാവുന്ന ഒരു മണ്ണും കൂടിയാണ്, നല്ല മണ്ണാണ്. ഈ ഒരു സ്ഥലം വരുന്നത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് ബദിയടുക്ക ടൗണിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ മാത്രം ചുറ്റളവിലായിട്ടാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. വെള്ളം കാണുന്നുണ്ടല്ലോ, ഇത് കെട്ടിവെച്ച വെള്ളമാണ്. ഇത് ടാർ റോഡിൽ നിന്ന് ഏകദേശം 400 മീറ്റർ മാത്രം ദൂരമുണ്ട് ഇവിടത്തേക്ക്. അപ്പോൾ നിങ്ങൾ ഈ വോയിസ് ശ്രദ്ധിക്കുന്നതിനോടൊപ്പം ഈ വീഡിയോ നന്നായി ശ്രദ്ധിക്കുക, കാരണം ഓരോ കാഴ്ചകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓരോ ഇതും ഇതിൽ ടൈപ്പ് ചെയ്തും കൂടി കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക്. അഗ്രികൾച്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും നന്നായ ഒരു സ്ഥലം കൂടിയാണ്. കൃഷി ചെയ്യാനാണെങ്കിലും ഉള്ള കൃഷിയെ നന്നാക്കി എടുക്കാനാണെങ്കിലും നല്ല ഒരു സ്ഥലം തന്നെയാണിത്. ഇവിടെ മൊത്തത്തിൽ 3 കുളങ്ങളാണ് ഉള്ളത്. 3 കുളമുണ്ട്, അതുപോലെ തന്നെ ബോർവെൽ, അതുപോലെ തന്നെ ഒരു കിണർ, വറ്റാത്ത കിണറാണ്. ഇതാണ് ആ പ്രായം കൂടിയ അടക്കമരം എന്ന് പറഞ്ഞത്. ഇവിടെ ഏകദേശം 60-ൽ മേലെ തെങ്ങുണ്ട്. ഓക്കെ, 60-ൽ കൂടുതൽ തെങ്ങുണ്ട്. നല്ല പരന്ന അടക്കത്തോട്ടാണ് വരുന്ന. റോഡ് കുറച്ച് ചെരിവാണെങ്കിലും ഇവിടെ സ്ഥലത്തേക്ക് എത്തിയതിന് ശേഷം നല്ല അതിമനോഹരമായ ഒരു ലെവലായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. എന്നാൽ കുറച്ച് ചെരിവുള്ള സ്ഥലവും കൂടി സ്പേസ് ഉണ്ട് ഇവിടെ, അതായത് എംടി സ്പേസ് ഇവിടെ ഉണ്ട്, അതും കൂടി കാണിച്ചു തരാം. ചെരിവുണ്ട്, അതുപോലെ തന്നെ ലെവലായിട്ടുള്ള എംടി ഫേസും കൂടി ഉണ്ട്. ഇതിലെല്ലാ ഡീറ്റെയിൽസും ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വോയിസിൽ അങ്ങനെ സ്റ്റോപ്പാക്കുന്നത്. എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കോൺടാക്റ്റിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കാണാനുള്ള ഫുൾ കാഴ്ചകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ഇതാണ് മറ്റൊരു കുളം എന്ന് പറഞ്ഞത്, കണ്ടല്ലോ. ഇതൊരു സൈലൻ്റ് ഏരിയ ആണ്. ഓക്കെ, പിന്നെ കൃഷി ആഗ്രഹിക്കുന്നവർക്ക് മാത്രം പറ്റിയൊരു സ്ഥലമാണ്, അതായത് ഒരു സൈലൻ്റ് ഏരിയ ആണ്. ഓക്കെ, അതുപോലെ തന്നെ എന്തെങ്കിലും ഫാം കാര്യങ്ങൾക്ക് പറ്റിയ ഒരു സ്ഥലവും കൂടിയാണിത്.